കെ.ടി. മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കുവാൻ നാടകഗ്രഹം എന്ന പുതിയ പദ്ധതിക്കായി 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മ്യൂസിയം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ടാണ് കണ്ണൂരിലെ കൈത്തറി മ്യൂസിയം, തെയ്യം മ്യൂസിയം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പുതിയ മ്യൂസിയം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി അവ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 36.2 കോടി രൂപ വകയിരുത്തുന്നു. മാറിവേനിസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പുരാരേഖ പഠന ഗവേഷണ കേന്ദ്രം കേരളത്തിലെ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള സർവകലാശാലയുമായി സഹകരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രവും അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപനവും സജ്ജമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആധുനിക സ്ഥാപനം പുരാരേഖ പഠന മേഖലയിലെ ആശയവിനിമയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായികവും യുവജന ക്ഷേമവും ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകളിൽ ഒന്നാണ് കായികവും യുവജനകാര്യവും. കായിക യുവജനകാര്യ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ സർ 51.90% വർധനവ് വരുത്തിക്കൊണ്ട് 220.86 കോടി രൂപ വകയിരുത്തുന്നു. കായിക അടിസ്ഥാന സൗകര്യ വികസനം പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനായി 30.5 കോടി രൂപ വകയിരുത്തുന്നു. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 28 വിഹിതം വർദ്ധിപ്പിച്ച് 28 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ്. മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്രീയ അത്ലറ്റുകൾ പിന്തുണയും ആധുനിക വൈദ്യസഹായവും നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് 6.9 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാരാ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്തെ ജി.വി. ജയരാജ സ്പോർട്സ് സ്കൂളിന് 17 കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂളിന്റെ സൗകര്യത്തിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചെലവുകൾക്കായിട്ട് 17 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂരിലെ ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ് ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും FIH നിലവാരമുള്ള ഹോക്കി അരീനയും ഒരു ഷോപ്പിംഗ് മാളും 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റ് വിവിധ മാർഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു. PP മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡലിൽ വിവിധ കായിക വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന് 45.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് 12 കോടി വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 7.4 കോടി രൂപ അധികമാണ്. സർ, കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ബോർഡിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേവികുളം നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കേരളത്തിന്റെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടവയ്ക്കുന്ന മികച്ച തരത്തിൽ ശ്രദ്ധേയമായതാണ്. മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം എന്ന പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ പരിസ്ഥിതിയുടെയും നിലനിൽപ്പിനെ കൂടി പരിഗണിക്കുന്ന പൊതുവായ പ്ലാനറ്ററി ഹെൽത്ത് എന്ന വിശാലമായ ലക്ഷ്യത്തേക്ക് 13-14 പഞ്ചവത്സര പദ്ധതിയിലൂടെ മാറിയ കേരളം ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികളെ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകി. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. സർ, ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളിലൊന്നാണ് ന്യൂമോണിയ. പ്രായമായവരിൽ, പ്രത്യേകിച്ച് ചില വിട്ടുമാറാത്ത രോഗാവസ്ഥകളുള്ളവരിൽ ന്യൂമോകോക്കൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കേരളത്തിലെ വയോധികർക്കിടയിൽ
ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, BPL കുടുംബങ്ങളിലെ 60 വയസ്സും അതിനും കൂടുതലുള്ള പ്രായമുള്ള വ്യക്തികളെയാണ് ഈ പരിപാടി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പരിപാടിക്കായി 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനായി 14.2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ സെന്ററിലേക്ക് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ എല്ലാ മേഖലയിലും നല്ല കാര്യം സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പദ്ധതിയിൽ 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 42.09 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സർക്കാർ എംപാണ്ട് സ്വകാര്യ ആശുപത്രി വഴി സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ എല്ലാ ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. സാർ, ഈ പദ്ധതിക്കായിട്ട് 900 കോടി രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 കോടി രൂപ അധികമാണ് സാർ ഈ വർഷം മാറ്റിവെക്കുന്ന വിഹിതം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 12 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ അടങ്കൽ 27.6 കോടി രൂപയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2.25 കോടി രൂപയും ഔഷധിക്ക് 2.3 കോടിയും ഹോംകോയ്ക്ക് 1 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, ആധാർ മിഷന്റെ 2ാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിനായി 70.92 കോടി രൂപ വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണത്തിനായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യ സേവന വകുപ്പിനും ഈ മേഖലയ്ക്ക് 3.10 കോടി കൊടുക്കുന്നു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും നിർമ്മാണത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. DHSന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബ് ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര തീരദേശ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെയും ആരോഗ്യ സംരക്ഷണ ഭവനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 13 കോടി രൂപ മാറ്റിവെക്കുന്നു. DMAയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം 259.93 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 87.13 കോടി രൂപയാണ്. സർ, ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആയുർവേദ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിലെ പുതിയ സർക്കാർ ആയുർവേദ കോളേജിന് അഡീഷണലായിട്ട് 1.5 കോടി രൂപ കൂടി വകയിരുത്തുന്നു. സർ, വേദന സാന്ത്വന വയോജന ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. പകർച്ചവ്യാധി നിയന്ത്രണം എന്ന പദ്ധതിക്ക് 12 കോടി രൂപയും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപയും വകയിരുത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കനുവ് പദ്ധതിക്ക് 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടി രൂപ, പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സർ, ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഹെൽത്ത് മിഷന്റെ വിവിധ ഘടകങ്ങൾക്ക് 40% സംസ്ഥാന വിഹിതമായി 465.20 കോടി രൂപ വകയിരുത്തുന്നു. PM അഭീം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി 25 കോടി രൂപ വെക്കുന്നു. മൃതസഞ്ജീവിനി മറ്റിടങ്ങളിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത നിരവധി നിർധന രോഗികൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. മൃതസഞ്ജീവിനി പദ്ധതിക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഗ്രാമീണ കുടിവെള്ള വിതരണം. സർ, ജൽജീവൻ മിഷൻ പദ്ധതി മറ്റ് വിവിധ സംസ്ഥാന പദ്ധതികളും വഴി ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ പൈപ്പ് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ ജനസംഖ്യ 65.22% പേർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 659.57 കോടി രൂപ വകയിരുത്തും. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആകെ കൂടി വരുന്ന ചെലവ് 2240 കോടി രൂപയായിരിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത 3750 കോടി രൂപ ഉൾപ്പെടെ ആകെ 9783.28 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.